നമസ്കാരം. ഇന്നത്തെ കർക്കിടക വാവ് അതിവിശിഷ്ടമായിട്ട് കണ്ടുവരുന്ന ആൾക്കാരാണ് നമ്മൾ ഓരോരുത്തരും. വർഷത്തിലൊരു ദിവസം പിതൃപക്ഷ അമാവാസി നാളില് നമ്മുടെ പിതൃക്കന്മാരെ സ്മരിക്കുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള ബലികർമ്മങ്ങൾ പോലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു സംസ്കാരമാണ് നമ്മൾ പിന്തുടർന്ന് വരുന്നത്. അത് വളരെ ശ്രേഷ്ഠവും പവിത്രവുമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണെന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടതില്ല. കാരണം നമ്മുടെ ജീവിത വിജയത്തിന് നമ്മുടെ പിതൃക്കന്മാരുടെ, അത് നമുക്കറിയാവുന്നതും നമുക്കറിയാത്തതുമായിട്ടുള്ള ഒരു വലിയ പിതൃപരമ്പരയുടെ അനുഗ്രഹം കൂടിയേ തീരുള്ളൂ. അപ്പോൾ അവരോടുള്ള സ്മരണ പുതുക്കുന്നതിന് വേണ്ടിയിട്ടും അവർക്ക് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഈ ദിവസം നമ്മൾ വളരെ പവിത്രമായിട്ട് ഉപയോഗിച്ച് പോരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ദിവസം നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും ചെയ്യുന്നത് ബലികർമ്മങ്ങളാണ്. ഈ ബലികർമ്മങ്ങൾ ഈ ദിവസം ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമായിട്ട് കണ്ടുവരുന്നുണ്ട്. പക്ഷെ പല കാരണങ്ങൾ കാരണവും ചിലപ്പോൾ നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ കാരണമോ ഒക്കെ ഈ ഒരു ദിവസം നിങ്ങൾക്ക് ബലിതർപ്പണം നടത്താൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട. അടുത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ അടുത്ത മാസങ്ങളിലുള്ള കർത്തവാവിന് അമാവാസി നാളുകളിൽ നിങ്ങൾക്ക് ബലിതർപ്പണം നടത്താൻ സാധിക്കും. ഇനി അങ്ങനെയല്ല, നിങ്ങൾക്കൊരു വിശേഷപ്പെട്ട ദിവസത്തിൽ തന്നെ ബലിതർപ്പണം നടത്തണമെന്നുണ്ടെങ്കിൽ ഒക്ടോബർ മാസം 10-ാം തീയതി വരുന്ന അമാവാസി, മഹാലയ അമാവാസി, കർക്കിടക വാവ് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട അമാവാസിയാണ് മഹാലയ അമാവാസി. ആ ദിവസം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതേ പ്രാധാന്യത്തോടു കൂടി നിങ്ങളുടെ പിതൃക്കൾക്ക് ബലിതർപ്പണ ചടങ്ങുകൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ബലിതർപ്പണം നടത്തുന്ന ക്ഷേത്രങ്ങൾ ഇപ്പം തിരുവല്ലം പരശുരാമ ക്ഷേത്രമാണെങ്കിലും, ആലുവ ശിവക്ഷേത്രമാണെങ്കിലും, തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രമാണെങ്കിലും, തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രമാണെങ്കിലും, അങ്ങനെ പല 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 ക്ഷേത്രങ്ങൾ, പിതൃതർപ്പണം നടത്തുന്ന പല ക്ഷേത്രങ്ങളുമുണ്ട്. അവിടെ നിത്യേന പിതൃതർപ്പണം നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പോയിട്ട് ഈ പറയുന്ന ബലികർമ്മങ്ങൾ ചെയ്ത് നിങ്ങളുടെ പിതൃക്കന്മാർക്ക് മോക്ഷം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. അവർക്ക് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാം. അതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലും അനുഗ്രഹം വന്നു ചേരും. നന്ദി, നമസ്കാരം.